നമസ്കാരം. ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ അതീവ പ്രസക്തമായ വേറൊരു ഭാഗത്തേക്ക്, വേറൊരു വിഷയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് അതീവ പ്രസക്തമായ അതേസമയം തന്നെ ഒരു വമ്പൻ ചതിയെക്കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞു വരുന്നത് മലയാളികളെ, ഭാരതീയരെ വഞ്ചിക്കുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് നമ്മൾ ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൽ നമ്മൾ അവതരിപ്പിക്കാറുള്ളത്. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഭീകരമായിട്ടുള്ള ഒരു തട്ടിപ്പിൻ്റെ കാര്യത്തിനെ കുറിച്ചാണ്. അവതരിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അതാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, EVM എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇയർ 2014 ഇന്ത്യ എന്ന് പറയുന്ന അർത്ഥരഹിത ഇടത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട, നമ്മൾ ഭാരതീയരോട് ഒന്നും ചോദിക്കാതെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലേ ഒന്നും ചോദിക്കാതെ 2014 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇയറിൽ നമ്മുടെ മേത്ത് അടിച്ചേൽപ്പിച്ചിട്ടുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM എന്നെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൽ. യഥാർത്ഥ ചിത്രമാണ് നമ്മളിപ്പോഴും നിരീക്ഷണത്തിൽ അവതരിപ്പിക്കാറുള്ളത്. ആളുകൾക്ക് കാണാത്തത് പക്ഷേ യാഥാർത്ഥ്യമാണ് നമ്മൾ എല്ലാ നിരീക്ഷണത്തിൻ്റെ, ജോൺസൺസ് ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അഥവാ മീനിങ് അതിൽ തന്നെ ഉണ്ട്. എ മെഷീൻ വിച്ച് വോട്ട്സ് ഇലക്ട്രോണിക്കലി. അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. A machine that votes electronically. Electronic voting machine. ഇലക്ട്രോണിക്കായി വോട്ട് ചെയ്യുന്ന മെഷീൻ. സൂക്ഷിക്കണ്ടേ? അതിൽ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. ഇലക്ട്രോണിക്കായി വോട്ട് ചെയ്യുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇലക്ട്രോണിക്കായിട്ട് വോട്ട് ചെയ്യുന്നു, അതവർ വ്യക്തമായി പറയുന്നുണ്ട്. ഇലക്ട്രോണിക്കായി വോട്ട് ചെയ്യുന്ന മെഷീനാണ്. അപ്പോൾ അതിനെന്തും നടക്കാം. വിഡ്ഢികളായിട്ടുള്ള ഇന്ത്യൻസ് അവരോടൊന്നും മിണ്ടാതെ അവരുടെ മേത്ത് അടിച്ചേൽപ്പിക്കുകയാണ്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇയർ 2014 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ, ഇലക്ട്രോണിക്കായിട്ട് വോട്ട് നടത്തുന്ന, വോട്ട് ചെയ്യുന്ന മെഷീൻ അവർ ഇറക്കണം. ഇനി മെഷീനിലേക്ക് നമുക്ക് വരാം. മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ആണെങ്കിൽ, കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ, കോഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ, പ്രോഗ്രാംഡ് ആണെങ്കിൽ അതിൽ ചീറ്റിംഗ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. കാരണം കൊടുക്കുന്ന പ്രോഗ്രാം കോഡ്സ് ചീറ്റ് കോഡ്സ് ആണെങ്കിൽ ആ ഇലക്ട്രോണിക് മെഷീൻ്റെ എല്ലാതും തട്ടിപ്പായിരിക്കും. അതിൻ്റെ ഇൻപുട്ട് തട്ടിപ്പാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് തട്ടിപ്പായിരിക്കും. ഈ ഇൻപുട്ടിനെയാണ് കോഡിംഗ് എന്ന് പറയുന്നത്, പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുള്ള വോട്ടിംഗ് മെഷീനാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇയർ 2014 മുതൽ ഇന്ത്യൻസിൻ്റെ മോളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതൊരു പ്രോഗ്രാമാണ്.
ആരാ പ്രോഗ്രാം ചെയ്ത്? ആരോ പ്രോഗ്രാം ചെയ്തു. നമ്മൾ ഭാരതീയരൊന്നുമല്ല അത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇലക്ഷൻ എന്ന് പറയുന്ന ഇലക്ഷൻ തന്നെ അതൊരു തട്ടിപ്പാണ്. ഡെമോക്രസി വേറെ തട്ടിപ്പാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെമോ പ്ലസ് ക്രേസി, നമുക്കറിയാതെ ക്രേസിനെസ്സിന്റെ ഭ്രാന്തിന്റെ ഡെമോൺസ്ട്രേഷൻ അത് നമുക്കറിയാം. അതിൽ വീണ്ടും ഒരു തട്ടിപ്പ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന തട്ടിപ്പ് കൊണ്ടെന്ന് വെച്ചൊക്കെയാണ് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ആരോ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ള വോട്ടിംഗ് മെഷീൻ നമുക്കെങ്ങനെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ, ഒരു ഭാരതീയനെ എങ്ങനെ അത് പരിശോധിക്കാൻ സാധിക്കും? ഇലക്ഷൻ കമ്മീഷനും അപ്പുറത്തുള്ള കോന്തന്മാരും ഇപ്പുറത്തുള്ള കോന്തന്മാരും ഒന്നും പരിശോധിച്ചാൽ പോരാ. വോട്ട് ചെയ്യുന്നത് അവരാരുമില്ല, വോട്ട് ചെയ്യുന്നത് ഭാരതീയരാണ്. ഇന്ത്യൻസ്, വിഡ്ഢികളാക്കപ്പെട്ട ഇന്ത്യൻസ് ആണ് വോട്ട് ചെയ്യുന്നത്. അവരെങ്ങനെ ഇത് പരിശോധിക്കും? കുറെ പൊളൈറ്റിക്കൽ പാർട്ടികൾ അതിൽ ഒരുമിച്ച് നിന്നിട്ട് നമുക്കതിൽ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പൊളൈറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊളൈറ്റിക്കൽ പാർട്ടീസ് ആണ്. എന്താ അവർക്ക് അതിനുള്ള ഗുണം? അവർക്ക് എന്തെങ്കിലും ഗുണമില്ലാണ്ട് അവർ അതിൻ്റെ ഒപ്പം നിൽക്കുമോ? ആർക്കെങ്കിലും ഗുണമില്ലാത്തതിൻ്റെ ഒപ്പം ആരെങ്കിലും നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ പൊളൈറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന എല്ലാവർക്കും ഗുണമുള്ള എന്തോ ഒരു കാര്യമാണ് അതിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അവരെല്ലാവരും ഒത്തൊരുമിച്ച് നിന്നത്. 2014 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറിലെ ഭാരതീയരെ മേലെ ഇന്ത്യൻസിന്റെ മുകളിൽ അടിച്ചേൽപ്പിച്ചപ്പോൾ അത് ഒത്തൊരുമിച്ച് നിൽക്കാൻ കാരണം അതാണ്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നതിനെ നിങ്ങൾ മനസ്സിലാക്കണം. അത് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. 1:1 എന്ന് കൊടുക്കാം പ്രോഗ്രാമിങ്ങിൽ. 1:2 എന്ന് കൊടുക്കാം പ്രോഗ്രാമിങ്ങിൽ. 2:86 എന്ന് കൊടുക്കാം പ്രോഗ്രാമിങ്ങിൽ. ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ള മെഷീൻ ആദ്യത്തെ 200 വോട്ട് ചെയ്തതിന് ശേഷമാണ് തെറ്റായി വോട്ട് പോൾ ചെയ്യേണ്ടതെന്ന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ 200 ആദ്യത്തെ വോട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ വ്യത്യാസമൊന്നും കാണില്ല. ഒക്കെ കൃത്യമായിരിക്കും. 250ാമത്തെ 1000ാമത്തെ വോട്ട് കഴിഞ്ഞാലാണ് ഇത് തട്ടിപ്പ് തുടങ്ങേണ്ടതെന്ന് അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 1000ാമത്തെ വോട്ട് വരെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇതിലേക്ക് പോകുന്നത്? നമ്മളോട് ആരെങ്കിലും ചോദിച്ചോ? ഡെമോക്രസി അങ്ങനെ നമ്മുടെ മേലെ തല്ലി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. ഭാരതീയരോട് ആരോടും ഇവർ ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് രാജഭരണം വേണ്ടേ, നിങ്ങൾക്ക് ഈ അർത്ഥമില്ലാത്ത പുലിയാട്ടായുള്ള ഡെമോക്രസി മതിയോ എന്ന് നമ്മളോട് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. ഭാരതീയരായിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടാവും. ഒന്നാമത് 1950 മുന്നേ ഡെമോക്രസി എന്ന് പറയുന്ന പുലിയാട്ടില്ല. കാരണം അതിനുശേഷമാണ് ഈ കള്ളന്മാരെ അത് അടിച്ചേൽപ്പിച്ചിട്ട് പോയത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത് കൊണ്ടു വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അടിച്ചേൽപ്പിക്കുകയാണ്. ഭാരതീയർക്ക് അറിയാത്ത ഇംഗ്ലീഷിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഭാരതീയർക്ക് എന്ത് തേങ്ങ അറിയണത് ഇംഗ്ലീഷ്? 148 കോടി ഭാരതീയരുണ്ട്. ഇവർക്ക് ഇതിൽ 1% പോലും ഇംഗ്ലീഷ് നേരെ അറിയില്ല. ഇവിടെ അല്ലാതെ ഇംഗ്ലീഷിലാണ്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 1935 ബ്രിട്ടീഷ് ഇന്ത്യ ആക്ട് ആണ്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇന്ത്യ ആക്ട് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വെച്ചിട്ട് ഡെമോൺസ്ട്രേഷൻ ഓഫ് ക്രൈസിനെസ് ഇവിടെ അടിച്ചേൽപ്പിച്ചതിന് ശേഷം 2000 ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 2014 ഇലക്ട്രോണിക്കലി വോട്ടിംഗ് നടത്തുന്ന മെഷീൻ ഇവർ കൊടുക്കുന്ന സംശയം. ആർക്ക് ഗുണം? ഈ പൊളൈറ്റിക്കൽ പാർട്ടീസിനാണ് ഗുണം. അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അറിയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇലക്ട്രോണിക് എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് ഒരു ഇലക്ട്രോണിക് ട്രെയിലുണ്ട്. ഇംഗ്ലീഷിൽ അവർ പറയുന്ന ട്രെയിൽ, TRAIL. ട്രെയിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്, അതിൻ്റെ ഒരു മുദ്ര അതിൽ കിടക്കും. ഏത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലും ഒരാൾ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വോട്ട് ആർക്കാണ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഈ കള്ളന്മാർക്ക് പറ്റും. അതാണ് ഇതിലെ ഏറ്റവും വലിയ ഗുരുതരമായ വിഷയം. ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് പരസ്പരം കണ്ടാൽ തല്ലുവിടുന്ന പോലെയൊക്കെ അവർ അഭിനയിക്കുമെങ്കിലും ഇന്ന വീട്ടിലെ ഇന്ന ആള് ഈ
ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന തട്ടിപ്പ് വെച്ച് ആർക്ക് വോട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ ഒരു ഇലക്ട്രോണിക് ട്രെയിൽ അതിൻ്റെ ഉള്ളിലുണ്ട്. 2014 മുതൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഡിജിറ്റലൈസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. ആളുകളെ, ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യത്തെ അപഹരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഭാരതീയന്റെ സ്വാതന്ത്ര്യത്തെ അപഹരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ബാലറ്റിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ ആർക്ക് ചെയ്തു എന്ന് അറിയാൻ യാതൊരു മാർഗവുമില്ല. ഇലക്ട്രോണിക്കലി അത് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ട്രെയിലുണ്ട്. ട്രെയിൽ എന്ന് പറഞ്ഞൊരു വാലുണ്ട്, ഒരു മുദ്രയുണ്ട്. ആരൊക്കെ ചെയ്തെന്ന് അറിയാൻ പറ്റും. ഇത് സത്യമായ കാര്യമാണ്. ഇലക്ട്രോണിക്സ് അറിയാവുന്ന, കമ്പ്യൂട്ടറിന്റെ കോഡിംഗ് അറിയാവുന്ന, പ്രോഗ്രാമിംഗ് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇലക്ട്രോണിക്കലി അവിടെ ഒരു ട്രെയിൽ വരും. നിങ്ങളിപ്പോൾ ബാങ്കിൽ നിന്ന് ഇത്ര രൂപ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ ഇത്ര രൂപ നിങ്ങൾ വലിച്ചു, അവിടെ ഒരു ട്രെയിൽ വരും. ട്രെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിച്ചു വിട്ട് നിങ്ങൾ ഇത്ര രൂപ എടുത്തു. അത് ഇലക്ട്രോണിക് ATM, പ്രോഗ്രാംഡ് ATM. ഒരേ സമയം 15 പ്രോഗ്രാം, 50 പ്രോഗ്രാം ഒക്കെ റൺ ചെയ്യാൻ പറ്റുന്നതാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. ഒരു ചിപ്പിൻ്റെ ഉള്ളിൽ 500 പ്രോഗ്രാംസ് കയറ്റി വയ്ക്കാൻ പറ്റും, 50 പ്രോഗ്രാംസ് കയറ്റി വയ്ക്കാൻ പറ്റും. ഏതൊക്കെ നേരത്ത് ഏതൊക്കെ പ്രവർത്തിക്കണം എന്നുള്ളത് ആർക്കും അറിയില്ല. അത് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. ബാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല. ബാലറ്റ് എന്ന് പറഞ്ഞത് എല്ലാം തട്ടിപ്പ് തന്നെ. ബാലറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല വ്യത്യാസം. ബാലറ്റ് എന്ന് പറഞ്ഞ ഒരാൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കാൻ പറ്റില്ല. പിന്നെ ബൂത്ത് ക്യാപ്ചറിങ്ങും ബൂത്ത് തട്ടിപ്പിടി ഇതിനും അത് ബൂത്ത് കയ്യേറിയിട്ട് വോട്ട് മാറ്റി വയ്ക്കലും അതൊക്കെ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഈ പൊളൈറ്റിക്കൽ പാർട്ടീസ് കണ്ടെത്തിയിട്ടൊരു മാർഗമാണ് 2014 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അവർക്ക് സൗകര്യമുള്ള പോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊടുത്തിട്ടുള്ള 2014 മുതൽ എല്ലാ ഇലക്ഷനും, സ്റ്റേറ്റ് ആയിക്കോട്ടെ സെൻട്രൽ ആയിക്കോട്ടെ, ഡിസിസീവ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കൃത്യമായിരുന്നു. ആരാണ് ഭരിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ കൃത്യമായി ഭരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും. 2014 മുതൽ 2024 വരെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ അതായിരുന്നു പ്രോഗ്രാം ചെയ്ത് കൊടുത്തിട്ടുള്ള വോട്ടിംഗ് മെഷീനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ റിസൾട്ടും. സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് നാഷണൽ ഇലക്ഷൻസ് നിങ്ങൾ നോക്കിക്കോ. എക്സാക്റ്റ് വൺ സൈഡഡ് റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. 2014 മുതൽ 2024 വരെയുള്ള എല്ലാ ഇലക്ഷനും, സ്റ്റേറ്റ് ഇലക്ഷൻ നോക്കിക്കോ, യൂണിയൻ ടെറിട്ടറീസ് നോക്കിക്കോ, നിങ്ങൾ സെൻട്രൽ ഇലക്ഷൻ നോക്കിക്കോ, എല്ലാത്തിലും ഡിസിസീവ്, വൺ സൈഡഡ്. ജയിക്കുന്ന പാർട്ടി ഒക്കെ തൂത്തിക്കൊണ്ടു തൂത്തുവാരവർ. യൂണിലാറ്ററൽ വിക്ടറിയാണ്. അങ്ങനെയുണ്ടായിരുന്നു. 2024 ആയപ്പോൾ കളി മാറ്റി. ആർക്കൊക്കെ എന്തൊക്കെ നേടേണ്ടതുണ്ടോ അതൊക്കെ അവർ നേടിക്കഴിഞ്ഞു. ഈ 10 വർഷം കൊണ്ട് ഭാരതീയനെയും മലയാളിയെയും കൂട്ടിക്കൊടുക്കുന്നിടത്തൊക്കെ കൂട്ടിക്കൊടുത്തു. ഭാരത നാടിനെ, ഭാരതദേശത്തെ, മലയാള നാടിനെ, മലയാള ദേശത്തെ മലയാളികളെ, ഭാരതീയരൊക്കെ കൂട്ടിക്കൊടുക്കാനുള്ളത് കഴിഞ്ഞ 10 വർഷം. അതായത് 24 ഇംഗ്ലീഷ് ഇയർ 2014 മുതൽ 2025 വരെയുള്ള ആ 10 ഇയേഴ്സിൽ കൃത്യമായി വൺ സൈഡഡ് റിസൾട്ട്സ് വന്നിട്ടില്ല. നിങ്ങളെല്ലാം നോക്കിയോ, എല്ലാ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് നാഷണൽ ഇലക്ഷൻസ് എല്ലാറ്റിലും വൺ സൈഡഡ് ആയിരുന്നു. നിങ്ങൾക്ക് നോക്കാലോ, നിങ്ങൾക്ക് ഗൂഗിൾ തേങ്ങയുടെ കൂടെ എന്തോ എടുത്തത് നോക്കാലോ, ഇതിലൊക്കെ വൺ സൈഡഡ് റിസൾട്ടാണ് വന്നത്. അതിനുശേഷമാണ് 2024 ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ ഇലക്ഷനിൽ 10 കൊല്ലം അവർ അടിച്ച് പരത്താനുള്ളതൊക്കെ അടിച്ച് പരത്തി, വിൽക്കാനുള്ളതൊക്കെ വിറ്റ് തൊലച്ചു, കൂട്ടിക്കൊടുക്കാനുള്ളതൊക്കെ കൂട്ടിക്കൊടുത്തു. എല്ലാവരും കുത്തുവാളടിപ്പിക്കാൻ പറ്റുന്ന സാധാരണക്കാരനെ, അടിസ്ഥാന വർഗത്തെ ഒക്കെ കൂട്ടിക്കൊടുത്ത് ഒക്കെ കുത്തുവാളടിപ്പിച്ചു. ഇനിയിപ്പോൾ എന്താ, ആ കുത്തുവാളടിപ്പിച്ചതിൻ്റെ തുടർച്ചയാണ് 2024 മുതൽ ഇങ്ങോട്ട്. ഇനിയിപ്പോൾ എന്തായാലും വിഷയമില്ല. ഇനി അതിൻ്റെ തുടർച്ച എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വോട്ടിംഗ് മെഷീൻ ഇനി ആർക്ക് വോട്ട് ചെയ്താലും ആര് വോട്ട് ചെയ്താലും അതിൽ പ്രത്യേകിച്ച് വ്യത്യാസം വരാൻ പോണില്ല. കാരണം ഇതിനനുസരിച്ചിട്ടാണ് പോണത്. നമ്മളോട് ചോദിക്കാണ്ട് കൊണ്ടുവച്ചിട്ടുള്ള ഒരു തട്ടിപ്പാണത്. നിങ്ങളും ഓർക്കേണ്ടത്, ഇലക്ട്രോണിക് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും അത് റെക്കോർഡഡാണ്. അതിന് പ്രൈവസി ഇല്ല.
പ്രൈവസി ഇല്ല. നിങ്ങൾ ആധാറുമായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ബന്ധിപ്പിച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പാദ്യത്തിന് പ്രൈവസി ഇല്ല. ഗവൺമെന്റ് ഇത് മുഴുവൻ നോക്കി കാണാൻ. ഗവൺമെന്റ് ആരാണ്? മനുഷ്യൻ സ്വതന്ത്രനായാണ് ജനിക്കുന്നത്. സ്വതന്ത്രനായിട്ടാണ് ജനിക്കുന്നത്. പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന പാർട്ട് വൈ, പാർട്ട് സെഡ്, പാർട്ട് എക്സ്, പാർട്ട് ബി, ഇവർക്കൊന്നും മനുഷ്യന്റെ ജന്മത്തിലോ വളർച്ചയിലോ യാതൊരുവിധ സ്ഥാനവുമില്ല. അവർ തീരുമാനിക്കുകയാണ് മനുഷ്യന് സ്വാതന്ത്ര്യം വേണ്ട എന്നുള്ളത്. നിങ്ങളത് മനസ്സിലാക്കണം. അതിൻ്റെ ഏറ്റവും ഭീകരമായ മുഖമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിക്കാതെ എന്തിനിവർ കൊടുന്നു വെച്ചു? ട്രെയിലുള്ള ഈ തട്ടിപ്പെന്തിനു കൊടുന്നു വെച്ചു? ഇത് മലയാളികൾ, ഭാരതീയർ മനസ്സിലാക്കണം. ഇത് വലിയൊരു ചതിയാണ്, അതിഭീകരമായൊരു ചതിയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇതിനൊരു പരിഹാരം നമ്മൾ കൊണ്ടുവരണം. ഇത് എല്ലാവരും ഒരുമിച്ച് നിന്ന് തീരുമാനിക്കണം. പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിന് ഒരുമിച്ച് നിൽക്കില്ല. കാരണം അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു അവർക്കറിയാം. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും അവരിത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ മാറ്റി വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന തട്ടിപ്പുള്ളിടത്തോളം കാലം അത് ഇനി അവർക്ക് മനസ്സിലാക്കാം. ബാലറ്റിലേക്ക് വരട്ടെ. അതുവരെ തട്ടിപ്പും ഇതായിട്ട് വൺ സൈഡഡ് അല്ലാത്ത റിസൾട്ടല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2014 വരെ വൺ സൈഡഡ് ആയിട്ടുള്ള അത്രയും ഹ്യൂജ് മാർജിനിലൊന്നും ആരും ജയിച്ചിട്ടില്ല. സ്റ്റേറ്റ് ആണെങ്കിലും യൂണിയൻ ടെറിട്ടറി ആണെങ്കിലും സെൻട്രൽ ആണെങ്കിലും ആരും ജയിച്ചിട്ടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് നിങ്ങളുടെ കുറച്ച് 10 വർഷം 12 വർഷം പിറകിലുള്ള കാര്യങ്ങൾ മുതൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ പാർട്ടികളൊക്കെ എവിടെയായിരുന്നു, ഇവരുടെ റിസൾട്ടൊക്കെ എങ്ങനെയായിരുന്നു, യൂണിയൻ ടെറിട്ടറീസിലും സ്റ്റേറ്റുകളിലും സെൻട്രലിലൊക്കെ എന്തൊക്കെയാണ് റിസൾട്ട് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ഡേറ്റ അടിച്ചു നോക്കാമല്ലോ, ഗൂഗിളിൽ നിങ്ങൾക്ക് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ജോൺസൺ ടാർഗറ്റിൽ വളരെ പ്രാധാന്യമുള്ള ഈ വിഷയം നമ്മൾ നിരീക്ഷണത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇത് സമൂഹത്തിലെത്തേണ്ടതാണ്, നിങ്ങളിലേക്ക് എത്തേണ്ടതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടമാണ് ഇതെല്ലാതും. ഇലക്ട്രോണിക്കായിട്ട് എന്തൊക്കെ നിങ്ങൾ നടത്തുന്നോ അതൊക്കെ ട്രെയിലുള്ളതാണ്, വാലുള്ളതാണ്, അതിൻ്റെയൊക്കെ അടയാളങ്ങൾ ശേഷിക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലും നിങ്ങളുടെ പ്രൈവസി എന്ന് പറയുന്ന ആ ഒരു സ്വന്തം കാര്യങ്ങളിലും ഇടപെടാനുള്ള അവകാശം നിങ്ങളാർക്കും എഴുതി കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ബാക്കി വിഷയങ്ങൾ നിങ്ങളുടെ സ്വന്തം ആളുകളായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുക. ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ വന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് മറുപടി തീർച്ചയായിട്ടും തരും. നിങ്ങൾ നോക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാം വ്യക്തമായി മനസ്സിലാക്കുക, അന്വേഷിക്കുക. ഈ പറഞ്ഞതൊക്കെ ശരിയാണോ അല്ലേ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. കമ്പ്യൂട്ടറും ഇലക്ട്രോണിക്സും കോഡിങ്ങും പ്രോഗ്രാമിങ്ങും അറിയുന്ന നിങ്ങൾ സുഹൃത്തുക്കളോട് ചോദിക്കുക. ബാക്കി നല്ലൊരു നാളേക്കായിട്ട്, നല്ലൊരു വർത്തമാന കാലത്തിനായിട്ട് ഇതുപോലെ വളരെ പ്രസക്തമായ കാര്യങ്ങളുമായി ജോൺസൺ ടാർഗറ്റിൻ്റെ നിരീക്ഷണത്തിൻ്റെ അടുത്ത ഭാഗത്തിൽ കാണാമെന്ന വാഗ്ദാനമായി. നന്ദി, നമസ്കാരം.